പരിയാരത്തുകാവിൽ വീണ്ടും പ്രതിഷേധക്കാരെ ഒഴിപ്പിക്കാനുള്ള നീക്കം നടക്കുകയാണ്. പ്രതിഷേധക്കാരെ മാറ്റുന്നതിൽ വൻ പ്രതിഷേധം. പ്രതിഷേധക്കാർ ദേഹത്ത് മണ്ണെണ്ണ ഒഴിക്കുന്നു. അതിലേക്ക് അർച്ചനയുണ്ട് വിവരങ്ങളുമായി. വലിയ സംഘർഷാവസ്ഥയാണ്. ഇവിടെ പ്രതിഷേധക്കാരെ മാറ്റുകയാണ്. ഇപ്പോൾ ഇതാ ബലമായി സ്ത്രീകളെയും കുട്ടികളെയും പ്രായമായവരെയും എല്ലാം തന്നെ പോലീസ് ബലമായി പ്രയോഗിച്ചാണ് ഇപ്പോൾ ഇവിടെ നിന്ന് മാറ്റുന്നത്. സ്ഥലത്ത് നേരത്തെ മണ്ണെണ്ണ ഒഴിച്ച് പ്രതിഷേധക്കാർ രംഗത്തെത്തിയിരുന്നു. പിന്നീട് ജലപീരങ്കി അടക്കം പ്രയോഗിക്കുകയായിരുന്നു. ഇപ്പോൾ ഇതാ പ്രതിഷേധക്കാരെ ബലമായി മാറ്റി ഇപ്പോൾ പോലീസ് അകത്തേക്ക് കയറുന്നതാണ് നമ്മൾ കാണുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധവും സംഘർഷാവസ്ഥയും തന്നെയാണ് പരിയാരത്ത് നമ്മൾ കണ്ടത്. ഇപ്പോൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് പോലീസ് കടക്കുകയാണ്. പോലീസ് ഇതിൽ നിന്ന് പിന്മാറില്ല, എന്തായാലും ഇന്ന് അവരെ ഒഴിപ്പിക്കുമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വന്നത്. ഇപ്പോൾ സാധാരണക്കാരായ മനുഷ്യരെയും പ്രായമായവരെയും സ്ത്രീകളെയും കുട്ടികളെയും എല്ലാം തന്നെയാണ് ഇവിടെ ബലമായി മാറ്റുന്നത്. നമ്മൾ അതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇവിടെ അമ്മ ഞങ്ങളെ കൊന്നുകൂടി കൊല്ലാൻ ഞങ്ങളെ വീട്ടിൽ ഞങ്ങളെ കൊന്നുകൂടാൻ ഞങ്ങളെ കുറെ ആൾക്കാരെ ഞങ്ങളെ കൊന്നുകൂടാൻ പറ. അവർക്ക് മനസ്സാക്ഷി എന്താ? ഞങ്ങളെ വീട് ഞങ്ങളെ കണ്ട ഈ പൈസ ആൾക്കാരുമായി പ്രായമായവരാണ് ഇതിലുള്ളതിലെല്ലാം തന്നെ ഉള്ളത്. ഞങ്ങളെ കൊന്നുകൊണ്ട് എല്ലാവരും കൊന്നുകൊണ്ട് പോണവര് ബലമായി മാറ്റാണ് പോലീസുകാർ. ഞങ്ങളെ കൊന്നുകൊണ്ടാണ് ഞങ്ങളെല്ലാരും അറസ്റ്റ് ചെയ്തിട്ടില്ല പോലീസുകാർ. പിടിച്ചു വലിച്ച് കയറ്റിക്കൊണ്ട എല്ലാരെ കൊണ്ടായി പോലീസ് പ്രായമായവരും സ്ത്രീകളെയും ഒപ്പം കുട്ടികളും എല്ലാം തന്നെ ഇതിലുണ്ട്. ജലപീരങ്കി ആദ്യഘട്ടത്തിൽ ആളുകൾക്ക് നേരെ പ്രയോഗിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ അകത്തേക്ക് കയറി പ്രതിഷേധക്കാരെയും സമരക്കാരെയും എല്ലാം തന്നെ പുറത്തിറക്കുന്നതാണ് നമ്മൾ കണ്ടത്. ബലമായി സ്ത്രീകളെ അടക്കം പിടിച്ചു വലിക്കുന്നതാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിലടക്കം കാണുന്നത്. വലിയ സംഘർഷാവസ്ഥ തന്നെയാണ് ഉള്ളത്. ജനങ്ങൾ ഇവിടെ നിന്ന് പിന്മാറില്ല എന്ന് സമരക്കാർ ആദ്യഘട്ടത്തിൽ തന്നെ ഈ പോലീസുകാരോട് പറഞ്ഞതാണ്, അഭിഭാഷക കമ്മീഷനോട് പറഞ്ഞതാണ്. എന്നാൽ പിന്മാറാതെ വന്നു. ഇപ്പോഴിത് അവരെ ബലമായി പ്രയോഗിച്ച് ജീപ്പിലേക്ക് കയറ്റുകയാണ്. ആദ്യഘട്ടത്തിൽ ജലപീരങ്കിയാണ് ഈ മനുഷ്യർക്ക് നേരെ നീട്ടിയത്. അതിനുശേഷമാണ് പോലീസ് ഇപ്പോൾ അകത്തേക്ക് കയറിയിരിക്കുന്നത്. മണിക്കൂറുകൾ നീണ്ടു തന്നെയാണ് ഇവർ ഈ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചത്. എന്തായാലും ഇപ്പോൾ പോലീസ് നേരത്തെ തന്നെ ഇവിടെ 11 മണിയോട് കൂടിയാണ് ഈ വലിയ സന്നാഹം എത്തിയത്. ഇപ്പോൾ നിരവധി ആളുകളെയാണ് പിടിച്ച് ജലപീരങ്കി ആദ്യം ഉപയോഗിച്ച് പിന്നീട് അവരെ കയറ്റിയത്. ഇപ്പോൾ പോലീസുകാർ ഓരോ ആളുകളെയും ഓടിച്ചിട്ട് പിടിക്കുന്നതാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. എല്ലാ വീടുകളിലും 7ഓളം കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത്. രാവിലെ മുതൽ ഇവർ ഈ പ്രതിരോധം തീർത്ത് ഇവിടെ പ്രതിഷേധിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോഴിതാ പോലീസ് അവസാനം ബലം പ്രയോഗിച്ച് പ്രതിഷേധക്കാരെ മാറ്റുന്നതാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. പ്രതിഷേധവുമായി തുടരും എന്നാണ് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ അവരെ ജലപീരങ്കി ഉപയോഗിച്ച് ബലം പ്രയോഗിച്ച് അവരെ മാറ്റുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. തീർച്ചയായും പോലീസിന്റെ അതിക്രമം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പരിയത്തുകാവ് പട്ടികജാതി ഉന്നതിയിൽ ബലം പ്രയോഗിച്ച് ആളുകളെ ഒഴിപ്പിക്കുകയാണ് പോലീസ്. ഇതാ ജലപീരങ്കി പ്രയോഗിച്ച് തൊട്ട് പിന്നാലെ ആളുകളെ ഓടിച്ചിട്ട് പിടിച്ച് ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് നീക്കം ചെയ്യുകയാണ്. ഇതാ അച്ഛന്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം. ബലം പ്രയോഗിച്ചവരെ നീക്കുന്ന കാഴ്ചയാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഇതറിയണമെന്നാണ് ആ സ്ത്രീ ആവശ്യപ്പെടുന്നത്. എന്തായാലും വലിയ പ്രതിഷേധത്തിനൊടുവിൽ ഇതാ പ്രതിഷേധക്കാരെ ഉന്നതി നിവാസികളെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് അവിടുന്ന് ബലം പ്രയോഗിച്ച്. സർക്കാർ ഏറ്റെടുക്കുകയാണ്. എന്റെ അച്ഛനെ എങ്ങനെ സഹായിക്കും? എന്റെ അച്ഛനെ എങ്ങനെ സഹായിക്കും? 7 കുടുംബങ്ങളാണ് അവിടെ തലമുറകളായി താമസിച്ചു വരുന്നത്. ഏകദേശം 100 വർഷങ്ങൾ
ോടടുത്ത് 7 കുടുംബങ്ങൾ അവിടെ സ്ഥിരതാമസമാക്കിയിരുന്നതായിരുന്നു. അത് സർക്കാരിന്റെ പുറമ്പോക്ക് ഭൂമിയാണെന്നാണ് ഈ കുടുംബങ്ങൾ അവകാശപ്പെടുന്നത്. ഒപ്പം ഇതാത് കഴിഞ്ഞ ദിവസം കോടതി വ്യവഹാരങ്ങൾക്കൊടുവിൽ കോടതി അതൊരു സ്വകാര്യ വ്യക്തിക്ക് ആ ഭൂമി അത് സ്വകാര്യ വ്യക്തിയുടേതാണ് എന്ന തരത്തിലുള്ള ഒരു വിധി വരികയായിരുന്നു. അതിന്റെ പിന്നാലെയാണത് ഇപ്പോൾ ഇങ്ങനെ ഒരു അതീവ നാടകീയമായിട്ടുള്ളൊരു സംഭവം. പോലീസ് ഇതാ കോളനിക്ക് അകത്തേക്ക് കടന്ന് ഉന്നതിയിൽ താമസിക്കുന്നവരെ ബലം പ്രയോഗിച്ച് പിടികൂടി അവിടെ നിന്ന് നീക്കം ചെയ്യുന്ന ഒരു നിലയിലേക്ക് കടന്നിരിക്കുകയാണ്. രാവിലെ അടക്കം അവിടെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. മണ്ണെണ്ണ അടക്കം ദേഹത്തൊഴിച്ച് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. സ്ത്രീകളും കുട്ടികളും അടക്കം വലിയ രീതിയിൽ പ്രതിഷേധം തീർത്ത് പോലീസിനെ അകത്തേക്ക് കടക്കാത്ത വിധത്തിൽ അവർ ഉപരോധിക്കുന്ന സാഹചര്യമായിരുന്നു. അതിന് പിന്നാലെയാണ് ഇതിപ്പോൾ ജലപീരങ്കി അടക്കം പ്രയോഗിക്കുന്നു. അവരെ ബലം പ്രയോഗിച്ച് വാഹനത്തിലേക്ക് കയറ്റി അവിടെ നിന്ന് നീക്കം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോലീസ് കടക്കുന്നത്. അതിനിടയിലും ആ സ്ത്രീ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഇത് കാണണം, ഇത് കേൾക്കണം, അവരുടെ വിഷയത്തിൽ ഇടപെടണമെന്നാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം, അല്പസമയം മുമ്പാണ് വി ഡി സതീശൻ്റെ ഭാഗത്ത് നിന്ന് കേരളിൻ്റെ മഞ്ഞക്കുറ്റികൾ പിഴുതുമാറ്റാൻ ഒരു തീരുമാനമുണ്ടായത്. ആ ഒരു ജാഗ്രത, ആ ഒരു ആവേശം എന്തുകൊണ്ട് ഇതുപോലുള്ള പാവങ്ങളുടെ വിഷയത്തിൽ ഉണ്ടാകുന്നില്ല എന്നതാണ് അവർ പറയുന്നത്. അവർ ചോദിക്കുന്നത് എന്തായാലും ഇതാ കാഴ്ചയാണ് അവിടെ നിന്ന് കാണുന്നത്. അർച്ചന വിശദാംശങ്ങളുമായി ചേരുകയാണ്. അർച്ചന, എന്താണ് പൂർണ്ണമായിട്ടും അവിടെ നിന്ന് മുഴുവൻ ആളുകളെയും ഒഴിപ്പിക്കാനാണോ പോലീസിന്റെ നീക്കം? തീർച്ചയായും അങ്ങനെ തന്നെയാണ് പോലീസ് ഇപ്പോൾ മനസ്സിൽ നടന്നിരിക്കുന്നത്. എല്ലാ സമരക്കാരെയും ഇവിടെ നിന്ന് മാറ്റി ഇപ്പോൾ ഓരോ വീടുകൾ കയറുന്നതാണ് നമ്മൾ കാണുന്നത്. അഭിഭാഷക കമ്മീഷനുമൊപ്പം പോലീസ് സന്നാഹവും ഓരോ വീടുകൾ കയറിയാണ് ഇപ്പോൾ കണക്കെടുക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു സംഘർഷം തന്നെയാണ് ഇവിടെ നിലനിന്നത്. സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം എന്റെ കുഞ്ഞുങ്ങൾ വയ്യാണ്ടിരിക്കുക, പനി വിഷമൊക്കെ മക്കളെ, ഈ കുഞ്ഞുമക്കളെ കൊണ്ട് നിങ്ങൾ വഴിയാതാരാവൂല്ലേ, നിങ്ങൾ ചാവല്ലാണ്ട് വേറെ ഒരു നിവൃത്തിയില്ല. കണ്ടോ എല്ലാ ബലം പ്രയോഗിച്ചിട്ടുണ്ട്. കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യുന്നത് അത്ര തന്നെ. പിന്നെ കുഞ്ഞുങ്ങളെ പിടിച്ച് എല്ലാവരും പിടിച്ച് വലിച്ചത് അവിടെ കൂടി കഴിക്കാറുണ്ട്. ഞങ്ങൾ എല്ലാവർക്കും കൂടി കേസ് കൊടുക്കും. ഞങ്ങൾക്ക് പോകാൻ വഴിയില്ല, ഞങ്ങൾക്ക് പെരുവഴി തന്നെയുള്ളൂ ഇവിടെ ഇറക്കിയാല്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളെ കൊണ്ട് ഞങ്ങൾ ആത്മഹത്യ ചെയ്യും, നിങ്ങൾ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തന്നില്ലെങ്കിൽ. അത്രേ ഉള്ളൂ. അവര് ചെയ്തെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് ഒന്നുമില്ലാത്ത രേഖയില്ലാത്തവർക്ക് അവര് വന്ന് കയറാൻ അതറിയാമോ. ഒരു സ്ഥലം മുതൽ എത്ര വർഷമായി, 74 കേസ് തുടങ്ങിയതാ. ഇപ്പൊ ഈ 2 വർഷമായുള്ള അവർ ഇവിടെ വന്ന് ഇങ്ങനെ തൂങ്ങി കിടക്കാൻ തുടങ്ങിയിട്ട് അതുവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. 2 വർഷമായുള്ള അവർ ഞങ്ങളോട് മാറുന്നതാണ്. സ്ഥലത്തിന് വില കൂടിയപ്പോ അവർക്ക് ഇത് പട്ടയം ഉണ്ടാക്കി അവർ ഓടി വന്നപ്പോ പിള്ളേര് പേടിച്ചു പോയതാണ്. അവരൊന്ന് ആലോചിച്ച് നോക്കി, എന്ത് കാണിക്കാനാ ഈ മാത്രം കഴിയുന്നത്? ഈ പിള്ളേർ കുഞ്ഞു മക്കളല്ലേ, അവർക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ ആര് പറയും? അറിയല്ലേ, അവർക്കൊന്നുമില്ല, നമുക്ക് തന്നെ പോണതല്ല. ഞങ്ങളുടെ മക്കളല്ലേ പോകുള്ളൂ, നിങ്ങൾക്ക് പേർക്ക് ഒന്നും സംഭവിക്കില്ല. ഈ വന്ന റിപ്പോർട്ടർമാർക്കാണോ വന്ന ഓഫീസർമാർക്ക് മറ്റവർക്ക് ആർക്കും ഒന്നും സംഭവിക്കാൻ പാടില്ല. ഞങ്ങളുടെ കുടുംബം പറഞ്ഞവരേ ഉള്ളൂ. ഞങ്ങളുടെ മക്കളും തീർന്നു, ഞങ്ങളും തീരും. ഈ പിള്ളേരെല്ലാം എല്ലാരും പോട്ടെ എന്ന് പറഞ്ഞ മനസ്സ് മതിയാവോ? ഈ പിള്ളേരുണ്ടായ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കേ.